ഹലോ എവ്രി വൺ, വെൽക്കം ടു സ്കോളേഴ്സ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് പ്രയോറിറ്റി നഴ്സിംഗ് ആക്ഷൻ ബേസ്ഡ് MCQs ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ബെസ്റ്റ് നഴ്സിംഗ് ആക്ഷൻ when a patient's IV site becomes red and swollen? Option A, apply warm compress. Option B, flush the IV line with normal saline. Option C, elevate the extremity. Option D, discontinue the IV and notify the physician. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് നമ്മൾ IV സൈറ്റ് റെഡ് ആവുമ്പം അല്ലെങ്കിൽ അവിടെ വീർത്ത് വരുമ്പം സ്വള്ളനാവുമ്പം നമ്മൾ എന്താണ് പ്രയോറിറ്റി ആക്ഷൻ ആയിട്ട് നോക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷനിൽ തന്നിരിക്കുന്നത് അപ്ലൈ വാം കംപ്രസ് എന്നാണ് അല്ലെ. സാധാരണയായിട്ട് നമ്മൾ IV സൈറ്റ് റെഡ് കളർ ആയി അല്ലെങ്കിൽ ഒരു സ്വള്ളനായിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ വാം കംപ്രസ് അപ്ലൈ ചെയ്യാറില്ല. വാം കംപ്രസ് അപ്ലൈ ചെയ്യുമ്പം അവിടെ വാസോ ഡയലറ്റേഷൻ വഴി ഇൻഫ്ലമേഷൻ കൂടുകയാണ് ചെയ്യുന്നത്. ഇൻഫ്ലമേഷൻ കുറയില്ല, അവിടെ ബ്ലഡ് സർക്കുലേഷൻ കൂടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ വാം കംപ്രസ് അല്ല അപ്ലൈ ചെയ്യാറുള്ളത്, കോൾഡ് കംപ്രസ് ആണ്. പക്ഷെ അത് പ്രയോറിറ്റി ആക്ഷൻ അല്ല. നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഫ്ലഷ് ദ IV ലൈൻ വിത്ത് നോർമൽ സലൈൻ. അപ്പോൾ സാധാരണയായിട്ട് IV ലൈൻ പേറ്റന്റ് ആണെങ്കിൽ അല്ലെങ്കിൽ അവിടെ റെഡ് കളർ ഇല്ല, സ്വെല്ലിംഗ് ഒന്നും ഇല്ല, അല്ലാതെ തന്നെ എന്തെങ്കിലും ചെറിയ ബ്ലോക്ക് ആയിരിക്കാം എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു സിറ്റുവേഷനിൽ മാത്രമേ ഉള്ളൂ IV ലൈന് നമ്മൾ നോർമൽ സലൈൻ വെച്ചിട്ട് ഫ്ലഷ് ചെയ്യാറുള്ളൂ. അവിടെ റെഡ് കളർ ആണ് അല്ലെങ്കിൽ അവിടെ ഇൻഫ്ലമേഷൻ ഉണ്ട് അല്ലെങ്കിൽ ഒരു ഫ്ലബൈറ്റിസിന്റെ ഒരു റിയാക്ഷൻസ് കാര്യങ്ങൾ അവിടെ കാണുന്നുണ്ട് അല്ലെങ്കിൽ അവിടെ കുറച്ച് വാം ആയിരിക്കുകയാണ് ആ ഏരിയ എന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്ലഷ് ചെയ്യാറില്ല. എലവേറ്റ് ദ എക്സ്ട്രിമിറ്റി, നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ആ എക്സ്ട്രിമിറ്റി എലവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും പറയാറുണ്ട്. പക്ഷെ അതിവിടെ പ്രയോറിറ്റി അല്ല. പ്രയോറിറ്റി എന്ന് പറയുന്നത് ഡിസ്കണ്ടിന്യൂ ദ IV ആൻഡ് നോട്ടിഫൈ ദ ഫിസിഷ്യൻ അല്ലെ. അപ്പം IV ലൈനിന്റെ IV സൈറ്റ് റെഡ് കളറായി, റെഡിഷ് കളറായി, അവിടെ ഒരു എറിത്തീമ ഉണ്ട് അല്ലെങ്കിൽ അവിടെ ഒരു അവിടെ സ്വെല്ല് ചെയ്ത് കിടക്കുകയാണ് അല്ലെങ്കിൽ അവിടെ ഒരു ഇൻഫ്ലമേഷൻ ഉണ്ട് അല്ലെ. അപ്പൊ ഫ്ലബൈറ്റിസ് ആവാൻ കാരണം അല്ലെ. സാധാരണയായിട്ട് നമ്മൾ IV ലൈന് ഡിസ്കണ്ടിന്യൂ ചെയ്യാണ് ചെയ്യുക, അതുപോലെ ഫിസിഷ്യനെ നോട്ടിഫൈ ചെയ്യാണ് ചെയ്യാറുള്ളത്. The right option is discontinue the IV and notify the physician. Redness and swelling at an IV site indicate phlebitis or infiltration. The priority is to discontinue the IV to prevent further damage or complications such as infection or tissue injury. After discontinuation of IV, you have to notify the physician for further treatment. അപ്പം സാധാരണയായിട്ട് ഫ്ലബൈറ്റിസ് ആണെങ്കിൽ അവിടെ എന്താണ് വെയിൻ്റെ ഇൻഫ്ലമേഷൻ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ആ ഒരു ഏരിയ ടച്ച് ചെയ്ത് നോക്കുന്ന സമയത്ത് അവിടെ ഒരു വാംത്ത് ഫീലിംഗ് നമുക്ക് അനുഭവിക്കാൻ പറ്റും അല്ലെ. അവിടെ കുറച്ചൊരു ചൂടായിട്ടിരിക്കും ആ ഒരു IV സൈറ്റ്. ഇനി ഇൻഫിൽട്രേഷൻ ആണെങ്കിൽ നമുക്ക് അവിടെ ഒരുപാട് സ്വെല്ലിങ് കാര്യങ്ങൾ കാണാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ അവിടെ ടച്ച് ചെയ്ത് നോക്കുന്ന സമയത്ത് കുറച്ചും കൂടെ ആ ഒരു ഏരിയ കുറച്ചൊരു കോൾഡ് ആയിട്ട് അല്ലെങ്കിൽ അവിടെ തണുത്തിരിക്കുന്ന പോലെ നമുക്ക് തോന്നും. അതാണ് മെയിൻ ആയിട്ടുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. Next question, which is the most effective way to prevent hospital acquired infection? Option A, hand hygiene. Option B, isolation of patients. Option C, using PPE. Option D, administering prophylactic antibiotics. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നോസോകോമിയൽ ഇൻഫെക്ഷൻ എല്ലാം പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഹാൻഡ് ഹൈജീൻ ആണ്. A patient with a Foley's catheter reports discomfort and low urine output. The priority action is irrigate the catheter, assess for any kinks or obstruction in the catheter, remove the catheter, notify the physician. ഒരു പേഷ്യന്റ് ഉണ്ട്, ആ പേഷ്യന്റ് ഫോളിസ് കത്തീറ്റർ ഉണ്ട്. അപ്പൊ പേഷ്യന്റ് പറയാണ്, പേഷ്യന്റ് ആ ഒരു എന്താണ് ഡിസ്കംഫർട്ട് അനുഭവം ഉണ്ട് അല്ലെ. അല്ലെങ്കിൽ നമ്മൾ നോക്കുന്ന സമയത്ത് കളക്ഷൻ ബാഗിൽ നോക്കുമ്പോൾ യൂറിൻ ഔട്ട്പുട്ട് കുറവാണ് അല്ലെ. അപ്പൊ ആ വഴി നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, അപ്പൊ യൂറിൻ ഔട്ട്പുട്ട് കുറവായിട്ട് കാണുന്നു. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട അസസ് ഫോർ എനി കിങ്സ് ഓർ ഒബ്സ്ട്രക്ഷൻ ഇൻ ദ കത്തീറ്റർ. എന്തെങ്കിലും കിങ്സ്, എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻ ഉണ്ടോ, അല്ലെങ്കിൽ ഇനിയിപ്പം ഫോളിസ് കത്തീറ്റർ കുറച്ച് ചുരുങ്ങിയിരിക്കുകയാണോ, അല്ലെങ്കിൽ ചിലപ്പോൾ പേഷ്യന്റിന്റെ കാലതിന്റെ മുകളിലാണോ, അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻസ് ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത്. അതിനുശേഷമാണ് നമ്മൾ ഇറിഗേഷനും ബാക്കി കാര്യങ്ങളൊക്കെ നോക്കുന്നതും. ഇനിയിപ്പം അത് പേറ്റന്റ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കത്തീറ്റർ റിമൂവ് ചെയ്യുന്നതല്ല. The right answer is assess for any kinks or obstruction in the catheter. Which of the following is primary goal when administering oxygen therapy? Option A, to prevent atelectasis. Option B, to reduce hypercapnia. Option C, prevent respiratory infection.
ഓപ്ഷൻ ഡി മെയിൻറ്റെയിൻ അഡിക്വേറ്റ് ടിഷ്യൂ ഓക്സിജനേഷൻ അല്ലെ. നമ്മൾ സാധാരണയായിട്ട് ഓക്സിജൻ തെറാപ്പി കൊടുക്കുന്ന സമയത്തുള്ള പ്രൈമറി ഗോൾ എന്ന് പറയുന്നത് എന്താണ്? ടു മെയിൻറ്റെയിൻ അഡിക്വേറ്റ് ടിഷ്യൂ ഓക്സിജനേഷൻ അല്ലെ. ടിഷ്യൂലേക്ക് ആവശ്യത്തിനുള്ള ഓക്സിജൻ എത്തുന്നുണ്ടോ അല്ലെ, അല്ലെങ്കിൽ ഓക്സിജൻ എത്തണം അല്ലെ, അതാണ് നമ്മൾ മെയിൻ ആയിട്ടുള്ള ഒരു പർപ്പസ് എന്ന് പറയുന്നത്. To maintain adequate tissue oxygenation. A nurse in post-anesthesia care unit receives a client transferred from the operating room. The nurse assesses the client for which of the following first? Option A, bowel sound. B, adequate urine output. C, orientation to the surrounding. Option D, a patent airway. നമ്മൾ പോസ്റ്റ് അനസ്തീഷ്യ യൂണിറ്റിൽ അല്ലെങ്കിൽ പോസ്റ്റ് സർജറി വാർഡിൽ അല്ലെങ്കിൽ പോസ്റ്റ് സർജറി ICUയിൽ നമ്മളൊരു പേഷ്യന്റിനെ റിസീവ് ചെയ്തു ഓപ്പറേഷൻ റൂമെന്ന് അല്ലെ. അപ്പൊ നമ്മൾ എന്താണ് ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് നമ്മൾ നോക്കേണ്ടത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, എ പേറ്റന്റ് എയർവേ. എയർവേ പേറ്റന്റ് ആണോ, അല്ലെങ്കിൽ പേഷ്യന്റിന് ഓക്സിജൻ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ അല്ലെ, അല്ലെങ്കിൽ പേഷ്യന്റ് റെസ്പിറേറ്ററി റേറ്റ് എത്രയാണ്, പേഷ്യന്റ് സാച്ചുറേഷൻ അല്ലെ SpO2 എത്രയാണ്, അല്ലെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് റെസ്പിറേഷന്റെ എഫക്റ്റീവ്നെസ് അല്ലെ, ഇങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ മെയിൻ ആയിട്ടും പ്രയോറിറ്റി കൊടുക്കേണ്ടത് അല്ലെ. അല്ലെങ്കിൽ ഒരു പേറ്റന്റ് എയർവേ അവിടെ ഉണ്ടോ, അല്ലെങ്കിൽ പേഷ്യന്റ് ഓക്സിജൻ എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടോ അല്ലെ, അവിടെ ഒരു നാസൽ കാനുലയോ ഓക്സിജൻ മാസ്കോ എന്തെങ്കിലും നമ്മൾ ലഭ്യമാക്കേണ്ടതുണ്ടോ എന്നുള്ള കാര്യങ്ങളാണ് ആദ്യമായിട്ട് നമ്മൾ അസസ് ചെയ്യേണ്ടത്. So the first priority is maintaining a patent airway. അതുവഴി നമുക്ക് ഹൈപ്പോക്സിയ പ്രിവെന്റ് ചെയ്യാൻ പറ്റും അല്ലെ. നമ്മുടെ ടിഷ്യൂവിൽ ഓക്സിജൻ എമൗണ്ട് കുറയുന്നത് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ഹൈപ്പർ കാപ്നിയ അല്ലെ, ബ്ലഡിൽ കാർബൺ ഡയോക്സൈഡ് കൂടാതെ നമുക്ക് നോക്കാൻ പറ്റും. ആൻഡ് ചെക്ക് ദ എഫക്റ്റീവ്നെസ് ഓഫ് റെസ്പിറേഷൻ ആൻഡ് പ്രൊവൈഡ് ഓക്സിജൻ ത്രൂ നാസൽ കാനുല ഓർ മാസ്ക് അല്ലെ. പേഷ്യന്റ് എത്രയാണ് അഡിക്വസി അനുസരിച്ചിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റണം ഓക്സിജൻ അല്ലെ. അടുത്തത് മെയിൻറ്റെയിനിങ് കാർഡിയോവാസ്കുലാർ സ്റ്റെബിലിറ്റി. സെക്കൻഡ് പ്രയോറിറ്റി എന്ന് പറയുന്നത് കാർഡിയോവാസ്കുലാർ സ്റ്റെബിലിറ്റി നമ്മൾ അസസ് ചെയ്യുക അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. അതിനായിട്ട് നമുക്ക് കാർഡിയാക് റിതം, അതുപോലെ തന്നെ പേഷ്യന്റിന്റെ മെന്റൽ സ്റ്റാറ്റസ്, യൂറിൻ ഔട്ട്പുട്ട്, സ്കിൻ ടെമ്പറേച്ചർ, ഇനി CVP എന്തെങ്കിലും ആർട്ടീരിയൽ പ്രഷർ ലൈനൊക്കെ ഉണ്ടെങ്കിൽ അതിൽ പ്രഷർ എത്രയാണ് വരുന്നത് അല്ലെ. അതുപോലെ തന്നെ നമ്മൾ മെയിൻ ആയിട്ട് പേഷ്യന്റ് BPയിലൊക്കെ ചേഞ്ചസ് ഉണ്ടോ അല്ലെ, ഹാർട്ട് റേറ്റ് കുറഞ്ഞു പോകുന്നുണ്ടോ, പേഷ്യന്റ് ബ്ലീഡിംഗ് ഉണ്ടോ, ഷോക്ക് ഉണ്ടോ, ഇതെല്ലാം നമുക്ക് ഈ ഒരു കാർഡിയോവാസ്കുലർ സ്റ്റെബിലൈസേഷൻ വഴി നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും അല്ലെ. സാധാരണയായിട്ട് ഇപ്പോൾ പേഷ്യന്റ് ഹാർട്ട് റേറ്റ് കുറയുന്നു അല്ലെങ്കിൽ പേഷ്യന്റ് BP കുറയുന്നു, BP കുറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം പേഷ്യന്റ് ഷോക്കിലോട്ട് പോവുകയാണ് അല്ലെ. അതുപോലെ തന്നെ ബ്ലീഡിംഗ് ഉണ്ട്, നല്ല ഇന്റേണൽ ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ BP പൊതുവെ കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അല്ലെ. ഇനി പേഷ്യന്റ് ഹൈപ്പർ ടെൻഷൻ ഉണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസ്റിഥമിയാസ് ഉണ്ടോ, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ കാർഡിയോവാസ്കുലർ സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ ചെക്ക് ചെയ്യേണ്ടതാണ്. അടുത്ത പ്രയോറിറ്റി എന്ന് പറയുന്നത് മെയിൻറ്റെയിൻസ് പ്രോപ്പർ പൊസിഷൻ ആൻഡ് ഫങ്ഷൻസ് ഓഫ് ഡ്രെയിൻ ട്യൂബ്സ് IV ഇൻഫ്യൂഷൻ ലൈൻസ് അല്ലെ. നമ്മൾ ശ്രദ്ധിക്കുക, ഓരോ സർജറിക്ക് അനുസരിച്ചിട്ട് അതിന്റെ പോസ്റ്റ് ഓപ്പറേറ്റീവ് പീരീഡിൽ പൊസിഷൻ ചേഞ്ചസ് ഉണ്ടാവും. ഒരു കോളിസിസ്റ്റക്ടമി കഴിഞ്ഞ ഒരു പേഷ്യന്റ് ആണ് അല്ലെ. കോളിസിസ്റ്റക്ടമി കഴിഞ്ഞ ഒരു പേഷ്യന്റ് നമ്മൾ എന്തായിരിക്കും ഒരു ഹെഡ് ആൻഡ് എലവേറ്റഡ് പൊസിഷൻ കൊടുക്കണ്ടാവും അല്ലെ. അതുപോലെ തന്നെ ന്യൂറോ സർജറീസ് എന്തെങ്കിലും കഴിഞ്ഞ പേഷ്യൻസ് ആണെങ്കിൽ നമ്മൾ ഫൗളേഴ്സ് പൊസിഷൻ അല്ലെങ്കിൽ നമ്മൾ ഹെഡ് ആൻഡ് എലവേറ്റഡ് പൊസിഷൻസ് ആയിരിക്കും ചിലപ്പോൾ പ്രൊവൈഡ് ചെയ്യും അല്ലെ. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഡ്രെയിൻ ട്യൂബുകളെല്ലാം കറക്റ്റ് ആയിട്ടാണോ, നമ്മൾ റിസീവ് ചെയ്യുന്ന സമയത്ത് പേഷ്യന്റ് ഡ്രെയിൻ ട്യൂബുകൾ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ, അല്ലെങ്കിൽ IV ഇൻഫ്യൂഷൻ ലൈനുകൾ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ, IV ക്യാനിൽ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ളതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്തത് ലെവൽ ഓഫ് കോൺഷ്യസ്നെസ് ആണ് പ്രയോറിറ്റി എന്ന് പറയുന്നത്. പേഷ്യന്റ് കോൺഷ്യസ് ആണോ, ഓറിയന്റഡ് ആണോ, അല്ലെങ്കിൽ പേഷ്യന്റിന് പെയിൻ ഉണ്ടോ, അല്ലെങ്കിൽ പെയിൻ മാനേജ്മെന്റ് കാര്യങ്ങളൊക്കെയാണ് അടുത്ത പ്രയോറിറ്റി എന്ന് പറയുന്നത്. പെയിൻ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള മെഡിസിൻസ് എല്ലാം നമ്മൾ പേഷ്യന്റിന് കൊടുക്കേണ്ടതാണ്. അടുത്തത് ഫ്ലൂയിഡ് ബാലൻസ്, ഔട്ട്പുട്ട് ഫ്രം കത്തീറ്റേഴ്സ് ആൻഡ് ഡ്രെയിൻസ്, ബവൽ ആൻഡ് ബ്ലാഡർ എലിമിനേഷൻ. ഓക്കെ, അടുത്ത പ്രയോറിറ്റി എന്ന് പറയുന്നത് അല്ലെ. ഇപ്പൊ OT നമ്മൾ റിസീവ് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ എത്രയാണ് ബാക്കിയുള്ള പോസ്റ്റ് ഓപ്പറേറ്റീവ് പീരീഡിൽ എത്ര ഫ്ലൂയിഡ് നമ്മൾ കൊടുക്കണം അല്ലെ, അതിനനുസരിച്ച് നമ്മൾ ഫ്ലൂയിഡ് പ്രൊവൈഡ് ചെയ്യണം. അതുപോലെ തന്നെ കത്തീറ്റേഴ്സിന്റെ അകത്തു നിന്നൊക്കെ ഔട്ട്പുട്ട് വരുന്നുണ്ടോ, അല്ലെങ്കിൽ പോസ്റ്റ് ഓപ്പറേറ്റീവ് പീരീഡിൽ പേഷ്യന്റ് സെൽഫ് വോയിഡഡ് ആയിട്ടുള്ള പേഷ്യന്റ് ആണെങ്കിൽ പേഷ്യന്റ് യൂറിൻ പാസ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ഇനിയിപ്പോൾ കത്തീറ്റേഴ്സ് ഉണ്ടെങ്കിൽ ആ കത്തീറ്റേഴ്സിന്റെ അകത്ത് പ്രോപ്പർ ആയിട്ട് ഔട്ട്പുട്ട് പുറത്തോട്ട് വരുന്നുണ്ടോ, അല്ലെങ്കിൽ ഡ്രെയിനിന്റെ അകത്തുനിന്ന് കണക്ട് ചെയ്തിരിക്കുന്ന ഡ്രെയിനിലോട്ട് ആ ഒരു സെക്രീഷൻസ് കാര്യങ്ങൾ വരുന്നുണ്ടോ, അല്ലെങ്കിൽ ബവൽ ആൻഡ് ബ്ലാഡർ എലിമിനേഷന് ഈ ഒരു പോസ്റ്റ് ഓപ്പറേറ്റീവ് പീരീഡിൽ വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇപ്പോൾ സ്പൈനൽ അനസ്തേഷ്യ കഴിഞ്ഞ ഒരു പേഷ്യന്റ് നമ്മൾ റിസീവ് ചെയ്തു, ആ പേഷ്യന്റ് യൂറിൻ പാസ് ചെയ്തിട്ടുണ്ടോ അല്ലെ. 4 hours ശേഷം പേഷ്യന്റ് യൂറിൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങും അല്ലെ. അപ്പം അത് നമ്മൾ ശ്രദ്ധിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടോ.
അടുത്തത് മോണിറ്റർ ഫോർ പൊട്ടൻഷ്യൽ കോംപ്ലിക്കേഷൻസ്. ഇതിലാണ് നമ്മൾ എന്തെങ്കിലും ഷോക്ക്, ഇൻഫെക്ഷൻ അല്ലെ അങ്ങനെയൊക്കെ വരാനുള്ള ചാൻസ് പോസ്റ്റ് ഓപ്പറേറ്റീവ് പീരീഡിൽ കൂടുതലാണ്. എന്തെങ്കിലും റെസ്പിറേറ്ററി റിലേറ്റഡ് ആയിട്ടുള്ള കോംപ്ലിക്കേഷൻസ് കാര്യങ്ങൾ, DVT ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ അതൊക്കെ നമ്മൾ അങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസ് ഒക്കെ നമ്മൾ മോണിറ്റർ ചെയ്യേണ്ടതാണ്. Next question. A client is scheduled for an arteriogram using a radio opaque dye. The nurse assesses which most critical item before the procedure. Option A, vital signs. Option B, intake output. Option C, height and weight. Option D, allergy to iodine or shellfish. The right answer is option D, allergy to iodine or shellfish. സാധാരണയായിട്ട് ആർട്ടീരിയോഗ്രാമിൽ നമ്മൾ കോൺട്രാസ്റ്റ് ഡൈ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ മുന്നേ പേഷ്യന്റ് ഈ ഒരു പ്രൊസീജിയർ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ അവരോട് ചോദിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് എന്തെങ്കിലും ഷെൽ ഫിഷുകളോട് എന്തെങ്കിലും അലർജി ഉണ്ടോ, അല്ലെങ്കിൽ അയഡിനോട് എന്തെങ്കിലും അലർജി ഉണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കണം. അതുപോലെ തന്നെ പേഷ്യന്റിന്റെ റീനൽ സ്റ്റാറ്റസ് അസസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സാധാരണയായിട്ട് നമ്മൾ ആർട്ടീരിയോഗ്രാഫിയിൽ യൂസ് ചെയ്യുന്ന ഈ ഒരു കോൺട്രാസ്റ്റ് ഡൈ കിഡ്നി ഫംഗ്ഷൻ എല്ലാം അഫക്ട് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പേഷ്യന്റിന്റെ റീനൽ സ്റ്റാറ്റസ് മോണിറ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും പൊട്ടൻഷ്യൽ നെഫ്രോടോക്സിക് എഫക്ട്സ് ഒക്കെ ഉണ്ടോ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. പ്രോപ്പർ ഹൈഡ്രേഷൻ അല്ലെ, ഈ ഒരു ആർട്ടീരിയോഗ്രാഫിക്ക് ശേഷം പ്രോപ്പർ ആയിട്ടുള്ള ഹൈഡ്രേഷൻ നമ്മൾ എൻഷുർ ചെയ്യേണ്ടതായിട്ടുണ്ട്. പേഷ്യന്റിനോട് നന്നായിട്ട് വെള്ളമൊക്കെ കുടിക്കണം എന്ന് പറയാറുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കിഡ്നി ഡാമേജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. Next question. What is the intervention should the nurse perform as priority measure to assist a client with the cirrhosis and difficulty in breathing? Option A, reposition side to side every second hourly. Option B, encourage deep breathing exercise every second hourly. Option C, auscultate the lung field every 4th hourly. Elevates the head end of bed 60 degree. ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു സിറോസിസ് ഉള്ള ഒരു പേഷ്യന്റ് അല്ലെ, അതിന്റെ കൂടെ ആ ഒരു പേഷ്യന്റ് ബ്രീത്തിങ് ഡിഫിക്കൽട്ടി കൂടെ ഉണ്ട്. അങ്ങനെയുള്ള ഒരു പേഷ്യന്റിന്റെ ഒരു പ്രയോറിറ്റി നഴ്സിംഗ് ആക്ഷൻ എന്താണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. അപ്പം നമ്മൾ സാധാരണയായിട്ട് ഹെഡ് എൻഡ് ഒരു 60 ഡിഗ്രിയിലോട്ട് എലവേറ്റ് ചെയ്തിട്ട് പേഷ്യന്റിനെ കടത്തുകയാണ് ചെയ്യുക, അല്ലെങ്കിൽ ഹെഡ് എൻഡ് എലവേഷൻ ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക സിറോസിസ് പ്ലസ് ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ഉള്ള ഒരു പേഷ്യന്റിന്. Answer D is the right answer. Elevates the head end of the bed 60 degree. The client having breathing difficulty because of upward pressure on the diaphragm from the ascitic fluid. So, elevating the head end of the bed relieves the pressure on the diaphragm with the help of gravity. അപ്പം നമ്മൾ ഈ ഒരു ഹെഡ് എൻഡ് ഒരു 60 ഡിഗ്രിയിലോട്ട് വെക്കുന്ന സമയത്ത് ആ ഡയഫ്രത്തിന്റെ മുകളിലുള്ള പ്രഷർ കുറയും, അസൈറ്റിക് ഫ്ലൂയിഡിന്റെ ഒക്കെ ആ ഒരു പ്രഷർ കുറയും. അതുപോലെ പേഷ്യന്റ് ഡയഫ്രത്തിന്റെ മുകളിലുള്ള പ്രഷർ കുറയുന്ന സമയത്ത് കുറച്ചും കൂടെ ആ പേഷ്യന്റ് ലങ്ങിന് എക്സ്പാൻഡ് ചെയ്യാനുള്ള ഒരു ഏരിയ കൂടെ അവിടെ കിട്ടും. അതുകൊണ്ട് തന്നെ നമ്മൾ എലവേറ്റ് ചെയ്ത് വെക്കുന്നത് വഴി പേഷ്യന്റ് റെസ്പിറേറ്ററി സ്റ്റാറ്റസ് ഇംപ്രൂവ് ചെയ്യാറുണ്ട്. Which diagnostic study of the GI system should the nurse schedule last? Option A, CT. B, USG. C, colonoscopy. D, barium enema. ഇപ്പൊ ചോദിച്ചിരിക്കുന്നത് നമ്മൾ GI സിസ്റ്റത്തിൽ ഇപ്പൊ ഒരു പേഷ്യന്റ് ഈ മൊത്തത്തിലുള്ള ഇത്രയും ഒരു 4 ഇൻവെസ്റ്റിഗേഷൻസ് ഡോക്ടർ ഭാഗത്തു നിന്ന് അഡ്വൈസ് ചെയ്തു അല്ലെ. CT ഉണ്ട്, USG ഉണ്ട്, കൊളനോസ്കോപ്പി ഉണ്ട്, ബേരിയം എനിമ ഉണ്ട്. അപ്പൊ ഇതിൽ നമ്മൾ ലാസ്റ്റ് ഏത് ഇൻവെസ്റ്റിഗേഷൻ ആയിരിക്കും പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. സാധാരണയായിട്ട് നമ്മൾ ലാസ്റ്റ് ബേരിയം എനിമ ലാസ്റ്റിലേക്ക് അഡ്വൈസ് ചെയ്യാറാണ് പതിവ്. എന്തുകൊണ്ടാണ്? ബേരിയം ഇൻസ്റ്റലേഷൻ ടേക്സ് അപ് ടു 72 hours to clear the GIT. The presence of barium could cause interference with the obtaining clear visualization and accurate results of other medical imaging studies. നമ്മൾ ആദ്യം ബേരിയം എനിമ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ ഇതിൽ വരുന്ന ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ ഈ CT, USG ഇങ്ങനെയുള്ള വിഷ്വലൈസേഷൻ സ്റ്റഡീസ് അല്ലെ, ഇമേജിംഗ് സ്റ്റഡീസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് അതിന്റെ റിസൾട്ട്സ് ആക്യുറേറ്റ് ആവുന്നതിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. കാരണം ബേരിയം അതിന്റെ ഒരു ക്ലിയർ ആയിട്ടുള്ള വിഷ്വലൈസേഷനെ അത് എന്ത് ചെയ്യുന്നുണ്ട്, അത് ഇന്റർഫിയർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അതുപോലെ തന്നെ 72 മണിക്കൂറിലധികം ടൈം എടുക്കും ബേരിയം മൊത്തത്തിൽ GIT ക്ലിയർ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ബാക്കി എല്ലാ ഇമേജിംഗ് സ്റ്റഡീസും കഴിഞ്ഞതിന് ശേഷമാണ് ബേരിയം എനിമ കൊടുക്കുന്നത് നല്ലതായിരിക്കും, അല്ലെങ്കിൽ ബേരിയം സ്റ്റഡീസ് കൊടുക്കുന്നത്.
What is the highest priority nursing diagnosis for a client receiving enteral feedings? Option A, imbalanced nutrition less than body requirements. Option B, risk for deficient fluid volume. Option C, risk for aspiration. നമ്മൾ എൻറ്ററൽ ഫീഡിങ്സ്, അതായത് ട്യൂബ് ഫീഡിങ്സ് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പേഷ്യൻ്റ് ആണെങ്കിൽ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രയോറിറ്റി നഴ്സിംഗ് ഇന്റർവെൻഷൻ എന്ന് പറയുന്നത് റിസ്ക് ഫോർ ആസ്പിറേഷൻ ആണ്, അല്ലെ? ഈ ഒരു ഡയഗ്നോസിസ് ആണ് ഏറ്റവും കൂടുതൽ റിസ്ക്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത് റിസ്ക് ഫോർ ആസ്പിറേഷൻ ആണ്. കാരണം ട്യൂബ് ഫീഡിങ്ങിനൊക്കെ പെട്ടെന്ന് തന്നെ ആസ്പിറേറ്റ് ആയിട്ട് ലങ്സിലോട്ടൊക്കെ ഈ ഒരു ഫുഡിന്റെ പാർട്ടിക്കിൾസ് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ ആസ്പിറേഷൻ പ്രിവെന്റ് ചെയ്യാന്നുള്ളതായിരിക്കണം നമ്മളെ മെയിൻ ആയിട്ടുള്ള പ്രയോറിറ്റി എന്ന് പറയുന്നത്. Aspiration is a major risk from tube feedings. It can cause pneumonia and death. അല്ലെ? അപ്പൊ ട്യൂബ് ഫീഡിങ്സ് എന്ന് ആ ഒരു ട്യൂബ് ഫീഡിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പേഷ്യന്റിന്. അപ്പൊ ആ ഒരു ഫീഡിങ് പാർട്ടിക്കിൾ ഒക്കെ നമ്മൾ ലങ്സിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ ന്യൂമോണിയ വരാനുള്ളതും പേഷ്യന്റ് ഡെത്ത് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ആസ്പിറേഷൻ എന്ന് പറയുന്നത് സാധാരണയായിട്ട് നമ്മൾ ട്യൂബ് ഇൻസേർട്ട് ചെയ്യുമ്പോഴാവാം, അല്ലെങ്കിൽ ട്യൂബിന്റെ മൂവ്മെന്റ്സ് കൊണ്ടാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും റീഗർഗിറ്റേഷൻ, അല്ലെ? ഇപ്പൊ സ്റ്റൊമക്കിലുള്ള കണ്ടൻസ് ഒക്കെ മുഖത്തിലോട്ട് വരും. അതിന്റെ ഒരു ബാക്ക് ഫ്ലോയിൽ ചിലപ്പം ആ ഒരു ട്യൂബ് റീഗർഗിറ്റ് ചെയ്ത് ആ ട്യൂബ് വഴി പുറത്തോട്ട് വരണമെന്നില്ല. സ്റ്റൊമക്കിലെ കണ്ടൻസ് മൗത്തിലോട്ട് വരുന്നത് വഴി എന്താവാം, അത് നമ്മളെ ലങ്സിലോട്ട് പോകുന്നതും ആകാം. ഇങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെ റീഗർഗിറ്റേഷൻ കാണാറുണ്ട്. ടു അസിസ്റ്റ് ദ നേഴ്സ് ഇൻ പ്രിവെന്റിംഗ് റീഗർഗിറ്റേഷൻ ആൻഡ് ആസ്പിറേഷൻ, പൊസിഷൻ ദ പേഷ്യൻസ് ഇൻ ഫൗളേഴ്സ് ഓർ സെമി ഫൗളേഴ്സ് പൊസിഷൻ ബിഫോർ ദ ഫീഡിംഗ്. അപ്പൊ നമ്മൾ എപ്പോഴും ഫീഡ് ചെയ്യുന്നതിന് മുന്നേ ശ്രദ്ധിക്കേണ്ടത് പേഷ്യന്റിന്റെ പൊസിഷനാണ്. പേഷ്യന്റ് ഹെഡ് ആൻഡ് എലവേറ്റ് ആയിരിക്കുന്ന ഒരു പൊസിഷനിൽ വേണം നമ്മൾ ട്യൂബ് ഫീഡിങ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ആദ്യം തന്നെ പേഷ്യന്റ് ഒന്നെങ്കിൽ ഫൗളേഴ്സ് പൊസിഷൻ അല്ലെങ്കിൽ സെമി ഫൗളേഴ്സ് പൊസിഷനിൽ കടത്തിയതിന് ശേഷമായിരിക്കണം നമ്മൾ മെയിൻ ആയിട്ടും ട്യൂബ് ഫീഡിങ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ പേഷ്യന്റിന്റെ പൊസിഷൻ നമ്മൾ റെഡിയാക്കി വെച്ചു, അല്ലെ? റെഡിയാക്കുന്നു. അതുപോലെ തന്നെ ട്യൂബ് ഫീഡ് കൊടുക്കുന്നതിന് മുന്നേ ട്യൂബിന്റെ പൊസിഷനും കൂടെ നമ്മൾ കൺഫേം ചെയ്യണം. അത് നമുക്ക് ട്യൂബ് ആസ്പിറേറ്റ് ചെയ്തിട്ട് നോക്കാം, അല്ലെങ്കിൽ നമുക്ക് ട്യൂബിൽ എയർ പുഷ് ചെയ്തിട്ട് സ്റ്റത്തിന്റെ യൂസോട് കൂടിയിട്ട് അത് പ്രോപ്പർ പൊസിഷനിലാണോ ഉള്ളത് നമുക്ക് നോക്കാം. അല്ലെങ്കിൽ ബൗൾ മെത്തേഡ്, അല്ലെ? ട്യൂബിന്റെ റൈൽസ് ട്യൂബിന്റെ എൻഡ് ഒരു ബൗളിൽ വെള്ളം എടുത്തതിന് ശേഷം അതിനകത്ത് നമുക്ക് ഇറക്കി വെച്ചിട്ട് അതിൻ്റെ അകത്ത് ബബിൾസ് ഫോം ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. അതുപോലെ തന്നെ നമ്മൾ പറയാറുള്ളത് ചെസ്റ്റ് എക്സ്റേ ആണ് ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്നാണ്. അപ്പൊ നമുക്കൊരു ഡൗട്ട് തോന്നുകയാണ്, ഇങ്ങനെ സൗണ്ട് വരുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധ വെച്ച് നോക്കിയിട്ട് ശബ്ദം വരുന്നില്ല, എയർ പുഷ് ചെയ്യുന്നത്, അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മളൊരു ഗോൾഡ് ഡയഗ്നോസ്റ്റിക് മെത്തേഡ് എന്ന് പറയുന്നത് ചെസ്റ്റ് എക്സ്റേ ആണ്. ചെസ്റ്റ് എക്സ്റേ ആണ് ഏറ്റവും ബെസ്റ്റ് മെത്തേഡ്, അല്ലെങ്കിൽ കൺഫർമേറ്ററി മെത്തേഡ് എന്ന് പറയുന്നത് ഈ ഒരു ട്യൂബ് പ്ലേസ്മെന്റ് ചെക്ക് ചെയ്യാനുള്ളത്. അതുപോലെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ലെഫ്റ്റ് സൈഡ് ലൈയിങ് പൊസിഷൻ കൊടുക്കാതിരിക്കുക. പേഷ്യന്റ് ലെഫ്റ്റ് ലൈയിങ് പൊസിഷൻ, ലെഫ്റ്റ് ലാറ്ററൽ പൊസിഷൻസ് ട്യൂബ് ഫീഡിങ്ങിൽ കൊടുക്കാതിരിക്കുക. Next question, what is the priority nursing action for a client with the upper GI bleeding in moderate distress? Option A, insert a NG tube and stop emesis. Option B, obtain vital signs. Option C, ask the client about the precipitating events. Option D, complete abdominal physical assessment. നമ്മൾ ഒരു പേഷ്യന്റ് റിസീവ് ചെയ്തിരിക്കുന്നു, ആ പേഷ്യന്റ് അപ്പർ GI ബ്ലീഡിംഗ് ഉണ്ട്, പേഷ്യന്റ് മോഡറേറ്റ് ഡിസ്ട്രസ്സിലാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ മെയിൻ ആയിട്ടുള്ള നഴ്സിംഗ് പ്രയോറിറ്റി എന്താന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ദ റൈറ്റ് ആൻസർ ഈസ് ഒബ്റ്റെയിൻ വൈറ്റൽ സൈൻസ്. അപ്പൊ നമ്മൾ വൈറ്റൽ സൈൻസ് ചെക്ക് ചെയ്യുക. പേഷ്യന്റെ ടെമ്പറേച്ചർ, BP, റെസ്പിറേറ്ററി റേറ്റ്, അതുപോലെ തന്നെ പേഷ്യന്റ് SpO2, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യം തന്നെ നമ്മൾ അസസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രയോറിറ്റി എന്ന് പറയുന്നത്. അതിനുശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ NG ട്യൂബ് ഇൻസേർട്ട് ചെയ്യുന്നതും എമസിസ് സ്റ്റോപ്പ് ചെയ്യുന്നതും, അതുപോലെ തന്നെ പേഷ്യന്റിനോട് ആ ഒരു ഹിസ്റ്ററി കളക്ഷൻ കാര്യങ്ങൾ, അതുപോലെ തന്നെ കംപ്ലീറ്റ് ആയിട്ടുള്ള അബ്ഡോമിനൽ അല്ലെങ്കിൽ ഫിസിക്കൽ അസസ്മെന്റ് ഒക്കെ പിന്നെയാണ് നമ്മൾ നോക്കാറുള്ളത്. പ്രയോറിറ്റി എന്ന് പറയുന്നത് വൈറ്റൽ സയൻസ് ചെക്ക് ചെയ്യാനുള്ളത്. കാരണം GI ബ്ലീഡിംഗ് ഉള്ള പേഷ്യൻസ് ആണ്, ഷോക്കിലോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്, BP ഫോളിങ് കാര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കും. നമ്മൾ പേഷ്യന്റ് വൈറ്റൽ സയൻസ് ആണ് ആദ്യം നോക്കേണ്ടത്. ഒബ്റ്റെയിൻ വൈറ്റൽ സയൻസ് ടു determine whether the client is in shock from blood loss and to obtain a baseline by which to monitor the progress of treatment. നമുക്കൊരു baseline ഡാറ്റ അവിടെ കിട്ടുന്നതായിരിക്കും. What is the priority assessment for a client with a history of suicide attempts and overwhelming suicidal thoughts? Interaction with peers, the amount of food intake for the past 24 hours, information regarding the past medication regimen, the presence of suicidal thoughts.
അല്ലെ? അപ്പൊ ഇത്രയും ഓപ്ഷൻസ് ആണുള്ളത്. ചോദിച്ചിരിക്കുന്നത് ഒരു ക്ലയന്റിന് സൂയിസൈഡൽ അറ്റംപ്റ്റ് ഹിസ്റ്ററി ഉള്ള ഒരു ക്ലയന്റ്, ഒരു പേഷ്യന്റ് നമ്മളെ അടുത്ത് വന്നു അല്ലെ? അപ്പൊ നമ്മൾ അവിടെ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് ഏത് ഓപ്ഷനിലാണെന്നുള്ളത്. അപ്പൊ മെയിൻ ആയിട്ട് നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ടത് സൂയിസൈഡൽ അറ്റംപ്റ്റുമായിട്ട് വന്ന ഒരു പേഷ്യന്റ് ആണ്. അപ്പൊ അവർക്ക് ഇപ്പോഴും ആ ഒരു സൂയിസൈഡൽ തോട്ട്സ് ഉണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ ആത്മഹത്യ ചെയ്യണം എന്നുള്ള ചിന്ത ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ ആദ്യമായിട്ട് നോക്കേണ്ടത്. ദ പ്രസൻസ് ഓഫ് സൂയിസൈഡൽ തോട്ട്സ് ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. Answer D. The presence of suicidal thoughts. The critical information is the client is having thoughts of self-harm so that the treatment plan may be as appropriate as possible. ഇപ്പോഴും പേഷ്യന്റ് ആ ഒരു സൂയിസൈഡൽ തോട്ട്സ് ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ അവിടെ ഫോക്കസ് ചെയ്യേണ്ടിയിരിക്കുന്നത്. What is the most immediate concern when caring for a group of homeless people? Setting up a 24-hour crisis center and hotline, meeting the basic needs to ensure that adequate food, shelter, and clothing are available. Option C, peer support through structured groups. Option D, finding affordable housing for the group. ഇപ്പൊ നമ്മള് ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ ഒരു കെയർ ഹോമിൽ വർക്ക് ചെയ്യാണ്. അപ്പൊ പെട്ടെന്ന് കുറെ ഒരു മാസ് കാഷ്വാലിറ്റി ഉണ്ടായി, അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ലാൻഡ് സ്ലൈഡ് ഉണ്ടായി, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു നാച്ചുറൽ എന്തെങ്കിലും ഒരു പ്രോബ്ലംസ് ഉണ്ടായി അവിടെ, അല്ലെ? അല്ലെങ്കിൽ ഫ്ലഡ് ഉണ്ടായി, അങ്ങനെ കുറെ പേഷ്യൻസ് വന്നു, അല്ലെങ്കിൽ കുറെ ആൾക്കാർ വന്നു. അപ്പൊ നമ്മൾ അവിടെ ഒരു ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ഫോക്കസ് എവിടെയാണ് പോകേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. Meeting the basic needs to ensure that adequate food, shelter and clothing are available. ഒരു കമ്മ്യൂണിറ്റി ഹെൽത്ത് സെറ്റപ്പിൽ നമ്മൾ ആദ്യം നോക്കേണ്ടത് അവിടെ വന്നിരിക്കുന്ന പേഷ്യൻസിന് ആ ഒരു ബേസിക് നീഡ്സ് ഫുൾഫിൽ ആവുന്നുണ്ടോ എന്നുള്ളതാണ്. അവർക്ക് ഫുഡ് ഉണ്ടോ ആവശ്യത്തിന്, അല്ലെങ്കിൽ ഷെൽട്ടർ ഉണ്ടോ, അല്ലെങ്കിൽ അവർക്ക് ഡ്രസ്സ് കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണോ? ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കൺസേൺ എന്ന് പറയുന്നത്. മീറ്റിംഗ് ദ ബേസിക് നീഡ്സ് ടു എൻഷുവർ അഡിക്വേറ്റ് ഫുഡ്, ഷെൽട്ടർ ആൻഡ് ക്ലോത്തിങ് ആർ അവൈലബിൾ ഫോർ ദ ഹോംലെസ് പീപ്പിൾ.